സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് കണ്ടാവും. ആര്യൻ എവിക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ തന്നെയാണ്, 100%. കാരണം അത്രയും നല്ലപോലെ ടാസ്ക് ചെയ്ത് ടിക്കറ്റ് ഫിനാലിൽ സെക്കൻഡ് പൊസിഷൻ എന്തോ ആണ് ആര്യന്. എന്നിട്ടും ആര്യൻ ഔട്ടായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ പോലും വെൽ പ്ലേഡ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ ആര്യൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ശരിക്കും അതൊരു അൺഫെയർ വിഷയം തന്നെയാണ്, 100% ഉറപ്പാണ്. കാരണം എനിക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ സാബുമോൻ, സാബുമാൻ, ആദില ആദിലൊന്നും ഒട്ടും ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്ത്. കാരണം ടാസ്ക് നേരെ ചെയ്യുന്നില്ല. സാബുമോൻ പിന്നെയും ടാസ്ക് ചെയ്യുന്നുണ്ട്. അനുമോളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എങ്ങനെയോ ഒരു ടാസ്ക് ജയിച്ചു. എത്രാമത്തെ പൊസിഷനിലെത്തി, നാലാമത്തെ അഞ്ചാമത്തെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആരും ഡിസേർവിങ് ആയിരുന്നു ടോപ്പ് 5 എത്താൻ. വിന്നറാവോ ഇല്ലെന്നൊന്നും അറിയില്ല, പക്ഷേ ടോപ്പ് 5 എത്തേണ്ട ഒരാളായിരുന്നു ആര്യൻ. പല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യൻ ഇങ്ങനെ ഔട്ടാവും എന്നൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ആര്യൻ ഔട്ടായി എന്ന പല റിപ്പോർട്ട്സും വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക്, അതായത് കുറച്ച് നാൾ, ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ്, 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വരെയും ഇതുപോലെ തന്നെയായിരുന്നു, ആര്യൻ എവിക്റ്റായി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ശരിക്കും ഞാൻ വിശ്വസിച്ചു ആര്യൻ എവിക്റ്റായെന്ന്. പക്ഷേ അന്ന് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പല ഓൺലൈൻ മീഡിയാസിനും കാണുന്നുണ്ട് എവിക്റ്റ് ആയെന്നൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. ശരിക്കും ആര്യൻ ഔട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. കാരണം അത്രയ്ക്ക് നല്ല പോലെ ആയിരുന്നു നൂറയുടെ കൂടെ പെർഫോം ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എവിക്റ്റായെന്ന് പറയുമ്പോൾ ഈ എന്തുവാ, അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ തന്നെയാണ്. കാരണം പി ആർ ടീംസും കാര്യങ്ങളും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് പി ആർ കൊടുക്കുന്നു എന്നും എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അനുമോൾ എന്ന വ്യക്തി, അതിൻ്റെ അകത്ത് അനുമോളാണ് പി ആർ ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. അനുമോൾ പി ആർ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ യോഗ്യനല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നെ ഔട്ടായി പോയതിനെ ഉറപ്പാണ്. കാരണം എത്ര ടാസ്ക് ചെയ്തിട്ടുണ്ട് അനുമോൾ, എത്ര ടാസ്ക്. നിങ്ങൾ തന്നെ ഒന്ന് ജെനുവൻലി ഇങ്ങനെ ഭയങ്കര ഫാന്, അനുമോൾ ഭയങ്കര ക്യൂട്ടാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള ഇത് മാറ്റി നിർത്തിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട് അനുമോൾ. എൻ്റെ ഓർമ്മയിൽ ഒരെണ്ണം പോലും ജയിച്ചതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതായത് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയത്, ടാസ്ക് ജയിക്കുക എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷനിലാണല്ലോ. എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് എന്നെ ഔട്ടായി പോവേണ്ടതാണ്. ആ ഒരു അഹങ്കാരം പുള്ളിക്കാരിയിലുള്ളെന്താനും. കാരണം പി ആർ ടീം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പാണ്, 100% ഉറപ്പാണ് ഔട്ടായി പോയേനെ. ഒരു ഡൗട്ടും വേണ്ടായിരുന്നു. അതുപോലെ ഷാനവാസ് തിരിച്ച് ഷോയിലേക്ക് എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഫിനാലെ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അതെന്തായാലും ഓക്കെ. പക്ഷേ പുള്ളിക്കാരൻ ഒട്ടും ഓക്കെ ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ടൊക്കെ. കാരണം നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ അഭിനയിച്ച് ആണ് പുറത്തോട്ട് പോയിരുന്നെങ്കിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്താ കുറച്ചുകൂടെ പുറത്തല്ലേ പോയിട്ട് വരുന്നത്. അതായത് അഭിനയിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്തേനെ, മുഖത്തൊക്കെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഒട്ടും വയ്യ, അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് ആ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് നല്ല ക്ഷീണമുണ്ട് പുള്ളിക്കാരൻ്റെ മുഖത്ത്. അത് ജസ്റ്റ് ഡെയിലി ആ ബിഗ് ബോസിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം നല്ല ക്ഷീണമുണ്ട് ഷാനവാസിൻ്റെ മുഖത്ത്. ഹോസ്പിറ്റലിൽ കടന്നതായിരിക്കും, മെഡിക്കേഷൻ എടുത്തതിൻ്റെ ഒക്കെ നല്ല ക്ഷീണം കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു അഭിനയമായിട്ട്, എനിക്കൊരിക്കലും പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത് നെവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ നെവിൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ അവിടെ നിന്ന് ഹോസ്റ്റ് ചെയ്യുമ്പം അവിടെ ഇരുന്ന് വല്ലതും വാരി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. എന്ത് വൃത്തികെട്ട ഡിസ്റെസ്പെക്റ്റാണ് ഈ കാണിക്കുന്നത്. അവസാനം ലാലേട്ടൻ സഹികെട്ടാണ് അങ്ങോട്ട് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലാലേട്ടന് ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. കാരണം അങ്ങനത്തെ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു കുറച്ച് നേരം ലാലേട്ടൻ എത്ര മണിക്കൂർ അവിടെ വന്ന് നിന്ന് കാണും? ഒരു 2 മണിക്കൂർ കൂട്ട്, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൂട്ട്. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് പോകുന്നുണ്ട്. ആ ബ്രേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് അവിടെ വന്നിരിക്കും. ഇത് ബ്രേക്ക് കഴിഞ്ഞ് വന്നിരുന്നാലും എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. കഴിക്കാൻ വേണ്ടിയാണോ അതിൻ്റെ അകത്ത്? പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്, കഴിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് കിടക്കുന്നതെന്ന്. ആ അങ്ങനത്തെ ഒരാൾ അവിടെ വന്ന് നിന്ന് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അവസാനം ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ കൊണ്ടാണ് നിവിന് പണി കിട്ടിയതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എന്തുവാ, എണീറ്റ് നിന്നിട്ട് ലാലേട്ടൻ
ചോദിക്കുന്നുണ്ട് ഈ മണി ബോക്സിൻ്റെ കാര്യം. മണി ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റേണായിട്ട് പറയണം, വേണമെങ്കിൽ വേണം എന്ന് തന്നെ പറയണം. ഇത് എണീറ്റ് നിന്നിട്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്ര ഉണ്ടെങ്കിൽ എടുക്കും അത്ര ഉണ്ടെങ്കിൽ എടുക്കും. എന്തിനാണ്? വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണം, വേണമെങ്കിൽ വേണമെന്ന് പറയണം. എന്നിട്ട് വലിയ മാസ് കാണിക്കാൻ വേണ്ടി വേണ്ട എന്ന് പറഞ്ഞു. അവസാനം നല്ലപോലെ കൊടുത്തല്ലോ, നല്ലപോലെ കിട്ടിയിട്ടുണ്ട് നെവിന്. ലാലേട്ടൻ തന്നെ പറഞ്ഞു ഓക്കെ വേണ്ടെങ്കിൽ വേണ്ട. അഥവാ അപ്പോഴും എവിക്റ്റ് ആയത് ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ലാൽ സാർ തന്നെ പറഞ്ഞു എന്താണ്, വേണ്ടെങ്കിൽ അഥവാ ഇയാൾ ഇതിൻ്റെ അകത്ത് നിൽക്കുവാണെങ്കിൽ ഒരിക്കലും മണി ബോക്സ് എടുക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് നവീന്. നല്ല കാര്യം. മാസ് കാണിക്കുമ്പോൾ ആലോചിക്കണം. എന്നിട്ടും ജയിലിൻ്റെ അകത്ത് പോയി കിടന്ന് കരയുന്നു, എനിക്ക് അത് എടുക്കണമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ആവശ്യം എന്താണ്? എണീറ്റ് നിന്നപ്പം ലാലേട്ടൻ ചോദിച്ചില്ലേ വേണോ വേണ്ടേ? വേണമെങ്കിൽ വേണമെന്ന് പറയണം. ഈ നിലപാടില്ലാത്ത ആൾ എണീറ്റ് നിന്ന് ഇങ്ങനെ പിന്നെ ഘോരം പ്രസംഗിക്കുന്ന എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്തോന്നാണ്? എല്ലാവരും അതുപോലെ തന്നെയാണ്. എണീറ്റ് നിന്നിട്ട് ഇത്ര രൂപ ഉണ്ടെങ്കിൽ എടുക്കും, അങ്ങനെയാണ് എന്തിനാണ് ഉരുണ്ട് കളിക്കുന്നത്? ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അതിനുള്ള ധൈര്യം പോലും അതിൻ്റെ അകത്ത് പലരും കാണിക്കുന്നില്ല. നിവിൻ പോലും അല്ല, ആദില, അക്ബർ എണീറ്റ് നിന്നിട്ട് അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയല്ല ലാലേട്ട, 10-30 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കുമെന്ന്. അതെന്തിനാണ്? മണി ബോക്സ് എടുക്കുവോ എടുക്കില്ലയോ അതിൻ്റെ എമൗണ്ട് അല്ല അവിടെ ചോദിക്കുന്നത്. എടുക്കുവോ എടുക്കില്ലേ? എടുക്കുമെങ്കിൽ എടുക്കുമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഇപ്പം നെവിൻ്റെ അവസ്ഥ പോലെ ആവും. അതുപോലെയാണ് പറയാനുള്ളത്. ഈ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോളുടെ ഈ ഓവർ ക്യൂട്ട്നെസ് വെച്ച് ഇടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. എന്തുവാണ് ഈ കാണിക്കുന്നത്? അതായത് എണീറ്റ് നിന്ന് അങ്ങ് ചിരിച്ച് എന്ത് പ്രശ്നമായാലും അയ്യോ അങ്ങനെ അല്ല ലാലേട്ട, ഇങ്ങനെയാണ്, അയ്യോ 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 അങ്ങ് ക്യൂട്ട്നെസ് മാറി എറിയുവാണ്. ഇത്ര എപ്പിസോഡായി ലാലേട്ടൻ വരുന്ന, ഇത്ര എപ്പിസോഡായിട്ടും സ്റ്റേണായിട്ട് എണീറ്റ് നിന്ന് ഇതുവരെ അനുമോള് ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് അനുമോൾക്ക് ഇത്രയും ക്രൂരത ചെയ്ത്, അതായത് അത്രയ്ക്കും ബാക്കേ നടന്ന് ബുള്ളിങ് ചെയ്തവരടുത്തായാലും ഇങ്ങനെ അപ്പോഴും ലാലേട്ടൻ കാണാൻ വേണ്ടി അയ്യോ അങ്ങനെയൊന്നും ഇല്ല അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എണീറ്റ് നിന്ന് സ്വന്തം അഭിപ്രായം അങ്ങ് രേഖപ്പെടുത്തി എന്ത് പറ്റിപ്പോവാനാണ്? ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഒരു ചിരി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുഖത്ത്. അത് കാണുമ്പോൾ തന്നെ അറിയാം. എന്നിട്ട് ഓവർ ക്യൂട്ട്നെസ്. അതിനെ ഓരോരുത്തന്മാർ BGM കയറ്റി എടുത്ത് ഇടുമ്പോഴാണ് അവനൊക്കെ പിടിച്ച് ചെവരിൽ വരയ്ക്കാൻ തോന്നുന്നത്. അത് അങ്ങനെ പറയണം, അത് പറയാതിരിക്കാൻ വയ്യ. പല എപ്പിസോഡിലും ഞാൻ കണ്ടതാണ്. അതുവരെ ഇല്ലാത്തൊരു ക്യൂട്ട്നെസ്. വേറെ ആർക്കും ആ ഒരു കുഴപ്പമില്ല. ക്യൂട്ട്നെസ് വാരി എറിയാണ്. കാണുമ്പോൾ തന്നെ അറിയാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. പിന്നെ ആര്യൻ ഔട്ടായി പോയപ്പോൾ അയ്യോ മുഖത്തെ എക്സ്പ്രഷൻ കാണണമായിരുന്നു. ഭയങ്കര വിഷമം, അന്നേ വരെ ഇല്ലാത്ത വിഷമം. എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്? എന്തിനാണ്? അതിൻ്റെ ആവശ്യം ഒന്നാണ്. അതിൻ്റെ അത് അത്രയും ബുള്ളിങ് ചെയ്ത ഒരാൾ ആര്യൻ, നെവിൻ ഇങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ളവർ പോകുമ്പോൾ ഉറപ്പായിട്ടും അനുമോൾക്ക് ഒരു സന്തോഷം കാണും. അങ്ങ് അഭിനയിക്കണം, ഇങ്ങനെ കണ്ണീരൊക്കെ തുളുമ്പി വീഴാറായി. ആര്യൻ്റെ സ്റ്റാൻഡ് എന്നെ കീപ്പ് ചെയ്തു. പോയപ്പോൾ എല്ലാവരും ഹഗ് ചെയ്തു, കാര്യങ്ങൾ സംസാരിച്ചു. അനുമോളെ മാത്രം മൈൻഡ് ചെയ്തില്ല. ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് തന്നെ പറയാം, ഉണ്ടായിരിക്കാം ആര്യന്. വേണമെങ്കിൽ പോകുമ്പം മറ്റേ പീപ്പിൾ പ്ലീസർ ആവാൻ വേണ്ടി ആളുകളെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ വേണമെങ്കിൽ അനുമോളെടുത്ത് ആര്യന് പറയാമായിരുന്നു. പക്ഷേ ആര്യന് അനുമോളോട് താല്പര്യമില്ലായിരുന്നു. അതവിടെ വ്യക്തമായി പ്രകടമാക്കിയിട്ട് തന്നെയാണ് ആര്യൻ ഇറങ്ങിപ്പോയത്. അതൊരിക്കലും അനുമോൾക്ക് പറ്റത്തില്ല. കാരണം അനുമോൾ ഇങ്ങനെ ആളുകളെ പ്ലീസ് ചെയ്ത് ഞാൻ ക്യൂട്ടാണ്, എന്നെ ആരൊന്നും പറയില്ല, ഞാൻ മോളാണ്, അയ്യോ അതങ്ങനെ വരണം. അത് പറയാതിരിക്കാൻ വയ്യ. കണ്ട് മടുപ്പായി. ഏത് PR ടീമാണെന്ന് എനിക്കറിഞ്ഞൂടാ, എങ്കിലും നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് അനുമോൾ അതിൻ്റെ അകത്ത് നിർത്താനായിട്ട്. അത് കാണാനുമുണ്ട്. ഒരു ടാസ്ക് പോലും ജയിക്കാതെ ഒരു രീതിയിലും, അതായത് ഈ വൃത്തികെട്ട രീതിയിൽ സംസാരങ്ങൾ സംസാരിച്ചിട്ടും അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ PR ടീം തന്നെയാണ്. 10-16 അതിന് അവന്മാർക്ക് 25 ലക്ഷം കൊടുത്താലും തികയത്തില്ല. കാരണം അമ്മാതിരി വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും മിസ് ഔട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാബുമാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഡിസൈഡിങ് ആയിട്ട് തോന്നുന്നില്ല. ഇത്രയും ദിവസം നിന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഫിസിക്കൽ ടാസ്ക് അത്യാവശ്യം നല്ലപോലെ ചെയ്യുന്നുണ്ട് ആശയം. പക്ഷേ പല സ്ഥലത്തും അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാബുമാനല്ല, ബിഗ് ബോസ്
കാരണം ആര്യന് വേണ്ടി മറ്റേ ആ ഒരു ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, മറ്റേ മാവിൻ്റേത്. അത് കുറച്ച് താത്തും കൊടുത്തു, സാബുമാന് പൊക്കിയും കൊടുത്തു. അത് ശരിക്കും അൺഫെയർ ആയിരുന്നു. അതിനെപ്പറ്റിയൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഈ ജെൻഡർ കാർഡ് ഇറക്കിയ കാര്യം, അതിനെപ്പറ്റിയൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. അപ്പോഴും അന്നും വന്നിട്ട് അക്ബറിൻ്റെ അടുത്തും ആര്യൻ്റെ അടുത്തൊക്കെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ക്യാപ്റ്റൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇത്രയും തോൽവി ക്യാപ്റ്റൻസി ബിഗ് ബോസ് സീസണിൽ വേറെ ഇല്ലായിരുന്നു. 3 പേർക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, 3 പേരും കൂടെ അതിനെ വേണമെങ്കിൽ രസകരമായിട്ട് കൊണ്ടുപോകാമായിരുന്നു. 3 പേർക്കും 3 ആശയങ്ങളാണ്. അതെല്ലാം സമ്മതിച്ചു. ഒരു മീറ്റിംഗ് കൂടത്തില്ല, ഈഗോ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റ ഈഗോ. ഒരു മീറ്റിംഗ് കൂടി അവിടെ ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു. അനീഷ് ഒരു 100 തവണ പറഞ്ഞതായിരുന്നു, മീറ്റിംഗ് കൂടാം, ആര് കേൾക്കാൻ, ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻസി ഇരുന്നിട്ട് നിവിൻ കള്ളത്തരം കാണിക്കുന്നു. അല്ലാത്തപ്പോൾ ഓക്കെ, ക്യാപ്റ്റനായിട്ട് കള്ളത്തരം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നിവിനോട് ലാലേട്ടൻ സംസാരിച്ച രീതി മീൻസ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് അലക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം കഴിഞ്ഞ സീസണിലോ ലാലേട്ടൻ നല്ലപോലെ താടി വെച്ചിരുന്നൊരു സീസണുണ്ട്. ആ സീസൺ ആരെയും അങ്ങ് അലക്കി പൊരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആ ലെവലിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്. കാരണം അത്രയ്ക്ക് തോന്നിയ മാസമാണ് നിവിൻ അതിൻ്റെ അകത്ത് കാണിച്ചത്. എന്നിട്ടും ലാലേട്ടൻ വന്നിട്ട് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിട്ടു എന്നാണ്. ആകെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തത് മണി ബോക്സ് എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു പണിയല്ലാതെ വേറെ ഒന്നും എനിക്കത് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. ഒന്നും പറയണ്ട എന്ന രീതിയിൽ സ്കിപ്പ് ചെയ്ത് പോയതുപോലെ എനിക്ക് തോന്നി. മേ ബി അറിയില്ല, ഈ ബിഗ് ബോസ് ടീമേ എങ്ങനെയാണ്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അക്ബറിനൊരു കപ്പ് ഇതാണ് അവരുടെ ടൈറ്റിൽ. അത് പല എപ്പിസോഡ് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം. അക്ബറിനും ആര്യനൊക്കെ കൂടുതലായിട്ട് ടൈം കൊടുക്കുന്നുണ്ട് അവരെ വെളുപ്പിക്കാനായിട്ട്. അപ്പം ആ കഴിഞ്ഞ എപ്പിസോഡ് അതുപോലെ തന്നെയായിരുന്നു, ഒരു മാറ്റവും ഇല്ല. ഞാൻ വിചാരിച്ച് നല്ലതുപോലെ കൊടുക്കുമായിരിക്കും ഈ 3 ക്യാപ്റ്റന്മാർക്കും. പക്ഷേ എന്ത് ചെയ്യാം, നിവിന് മാത്രം അത് ഒതുങ്ങിപ്പോയി. കാരണം നിവിൻ വെച്ച് നോക്കുമ്പോൾ നിവിൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു മീൻസ് എന്തെന്നാണ്, ഫിസിക്കൽ അസോൾട്ട്, വെള്ളമെടുത്തൊഴിക്കൽ, അനിമോൾ അറ്റാക്കിങ്, ഫുഡ് കട്ട് തിന്നൽ, അതെല്ലാം കൂടെ ആയപ്പോൾ നിവിൻ്റെ മണ്ടയിലായിപ്പോയി. എന്നിട്ട് നിവിൻ ഇത്രയും കൂടെ നിന്നിട്ട് നിവിൻ അവസാനമായപ്പോൾ തിരിഞ്ഞ് ആര്യനൊരു പണി കൊടുത്തു, നോമിനേറ്റ് ചെയ്തപ്പോൾ ആര്യൻ്റെ പേരാണ് പറഞ്ഞത്. അതായത് എന്താ, എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ട് ഭയങ്കര നല്ല പിള്ളയായിട്ട് അല്ലെങ്കിൽ നന്മമരമായിട്ട് മാറി ആര്യൻ എന്നൊക്കെ പറഞ്ഞ് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. വാട്ടവർ, എന്തായാലും ആര്യൻ ഔട്ടായിരിക്കുകയാണ്. റിയലി അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് നോക്കാം. എന്തായാലും PR ടീം ഉള്ളിടത്തോളം കാലം അനുമോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. ബാക്കി എല്ലാവർക്കും PR ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിൽ എന്താ, എന്ത് പറയാനാണ്, ടാസ്ക് എങ്കിലും 2-3 ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു. ആ സംസാരം പോട്ടെ, ആ വൃത്തിയായിട്ട സംസാരം അതിനും പിന്നെ ജന്മന ഉള്ളതാണെന്നെങ്കിലും പറയാം. അല്ലെങ്കിൽ ആ രീതിയിലാണ് അനുമോള് സംസാരിച്ച് വളർന്നതെന്നെങ്കിലും പറയാം. ഒരു ടാസ്ക് എങ്കിലും ജയിച്ചിട്ട് അതിൻ്റെ അത് നിന്നിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു. ഇത് ടാസ്ക് ജയിച്ച് അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവരും ഔട്ടായി പോകുന്നു. ഇത് 7ൻ്റെ പണി സീസണല്ല, PR ടീമിൻ്റെ സീസണാണിത് ശരിക്കും പറഞ്ഞാൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ കാര്യങ്ങളുണ്ട്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.